നമസ്കാരം. ഒ രാജഗോപാൽ വീണ്ടും നിറയുകയാണ് കേരള രാഷ്ട്രീയത്തിൽ. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വീണ്ടും വൈറലാകുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം, അദ്ദേഹം പറഞ്ഞ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു, ആ പ്രസംഗമാണ് ഇപ്പോൾ വൈറലാകുന്നത്. രാമേന്ദ്രൻ ഫൗണ്ടേഷൻ അവാർഡ് ദാന ചടങ്ങിനിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ തിരുവനന്തപുരത്തിൻ്റെ MP ശശി തരൂരിനെക്കുറിച്ച് നടത്തിയ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, ഒരു പരാമർശമുണ്ടായിരുന്നു. ആ പരാമർശം അദ്ദേഹം ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചത് എന്നാണ് അദ്ദേഹം തിരുത്തി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് ഒന്നിൽ കൂടുതൽ തവണ വിജയിച്ചയാൾ എന്ന അർത്ഥത്തിലാണ് താൻ സംസാരിച്ചത് ആ ചടങ്ങിൽ എന്നാണ് ഒ രാജഗോപാൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം ഇത് പറയുന്നത്. എന്നാൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിലും ഒപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തന മികവിലുമൊക്കെ പാർട്ടി വീണ്ടും വലിയ പാർട്ടിയും പാർട്ടിക്കാരും പാർട്ടി പ്രവർത്തകരും വളരെ വലിയ കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് BJPക്ക് വലിയ വിജയസാധ്യതയാണ് ഉള്ളത് എന്നും വിജയിക്കുവാനുള്ള സാഹചര്യം നിലവിലുണ്ട് എന്നും ഒക്കെയാണ് ഒ രാജഗോപാൽ തിരുത്തി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, നിലവിൽ ശ്രീ തരൂരിൻ്റെ മണ്ഡലത്തിലെ ഒരു സാന്നിധ്യവും നാമമാത്രമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് BJPക്ക് അനുകൂലമാകുമെന്നും അത് അദ്ദേഹത്തിൻ്റെ സാധ്യതയെ തന്നെ പ്രതികൂലമായി ബാധിക്കുമെന്നൊക്കെയാണ് ഒ രാജഗോപാൽ തിരുത്തിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നെന്ന് വെച്ചാൽ ഒരു പാലക്കാട്ടുകാരൻ എന്ന നിലയ്ക്ക് വളരെ ആലങ്കാരികമായി നടത്തിയ ഒരു അഭിപ്രായ പ്രകടനം മാത്രമാണ് അത് എന്നും ആ പ്രസ്തുത പ്രസംഗത്തിൽ അദ്ദേഹം അത് മാത്രമാണ് ഉദ്ദേശിച്ചതെന്നുമാണ് രാജഗോപാൽ പറയുന്നത്. BJP എന്ന് പറയപ്പെടുന്ന ഇത്തവണ തിരുവനന്തപുരത്ത് വിജയിക്കുക തന്നെ ചെയ്യുമെന്നതാണ് തൻ്റെ രാഷ്ട്രീയപരമായിട്ടും വ്യക്തിപരമായിട്ടുള്ള നിലപാട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞവസാനിപ്പിക്കുകയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നമ്മൾ കണ്ടത്. കാരണം ഈ ശശി തരൂർ എന്ന് പറയപ്പെടുന്നത് ഇനിയും ജയിക്കുമെന്ന പ്രസ്താവനയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ആ പ്രസ്താവന ഒ രാജഗോപാലിനെ കൊണ്ട് തിരുത്തിച്ചത് പക്ഷേ ആരാണ്? കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഓഫീസാണ് അത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചത്. ഒ രാജഗോപാലിൻ്റെ പ്രസ്താവനയിലെ പ്രശ്നങ്ങളെന്ന് പറയപ്പെടുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള K. സുരേന്ദ്രൻ നേരിട്ട് അമിത്ഷായുടെ ഓഫീസിനെ ധരിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് കേരളത്തിലെ BJPക്ക് വലിയ തിരിച്ചടിയായി മാറിയേക്കാവുന്ന ഒരു സ്ഥിതി, ഒരു വാർത്തയായിരുന്നു അത്, ഒരു പരാമർശമായിരുന്നു അത് എന്നുള്ള കാര്യം വളരെ കൃത്യമായി അറിയിച്ചു. അതിന് പിന്നാലെയാണ് അമിത്ഷായുടെ ഓഫീസിലെ പ്രധാനി എന്ന് പറയപ്പെടുന്ന ആൾ വിഷയത്തിൽ ഇടപെട്ടതിനു ശേഷം അദ്ദേഹം രാജഗോപാലിനെ നേരിട്ട് ഫോണിൽ വിളിക്കുന്നു. എന്നിട്ട് അദ്ദേഹം വളരെ കൃത്യമായ ആ അമർഷം അദ്ദേഹത്തെ അറിയിക്കുകയാണ്. പാർട്ടിയെ ഇത്തരത്തിൽ പ്രതിസന്ധിയിലാക്കുന്നതൊന്നും ചെയ്യരുത് എന്ന് മുതിർന്ന നേതാവായിട്ടുകൂടി അദ്ദേഹത്തിനോട് കൃത്യമായി അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നാലെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഞാനിപ്പോൾ വായിച്ച വാർത്ത, അതായത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം തിരുത്തിയത്. ആ ഫേസ്ബുക്ക് ബുക്കിൽ തിരുത്തുമായി ബന്ധപ്പെട്ടിട്ട് രാജഗോപാൽ എത്തുന്നത് അതോടുകൂടിയാണ്. മുൻപും പലവട്ടം BJP സംസ്ഥാന നേതൃത്വത്തെ രാജഗോപാൽ ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ വെട്ടിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം വസ്തുത തന്നെയാണ്. അത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രസ്താവന കൂടി വന്നത്. തരൂരിനെ തോൽപ്പിക്കാനാകില്ല എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ ഒ രാജഗോപാൽ പറഞ്ഞത്. അത് വളരെ വലിയ വാർത്തയാവുകയായിരുന്നല്ലോ. സംസ്ഥാന ഘടകത്തിൻ്റെ മൊത്തം അതൃപ്തിക്ക് കാരണമായിരുന്നു എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയും ഇക്കാര്യങ്ങൾ വളരെ കൃത്യമായി അമിത്ഷായെ ധരിപ്പിക്കുകയും ചെയ്തത്. ആരും ഈ പ്രസ്താവനയിൽ രാജഗോപാലിനൊപ്പം നിന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിനിടെയാണ് അമിത്ഷായുടെ ഓഫീസിൻ്റെ ഇടപെടൽ. ഓഫീസും ഈ വിഷയത്തിൽ ഇടപെടുന്നു. ആ വിഷയത്തോടു കൂടി അദ്ദേഹത്തിന് BJP ഇത്തവണ തിരുവനന്തപുരത്ത് വിജയിക്കുമെന്ന് തിരുത്തി പറയേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അദ്ദേഹം തൻ്റെ വ്യക്തിപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള നിലപാട് എന്ന് പറഞ്ഞ് തിരുത്തുന്ന ഒരു വാക്ക് ഇതായിരുന്നു: ഈ വട്ടം തിരുവനന്തപുരത്ത് വിജയിക്കാൻ പോകുന്നത് BJP ആണെന്ന് തിരുത്തേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കുമ്മനം രാജശേഖരൻ നേമത്ത് മത്സരിക്കുമ്പോഴും രാജഗോപാൽ ഇതേപോലെ വിവാദ പ്രസ്താവന അന്ന് നടത്തുകയുണ്ടായിരുന്നു. അത് പക്ഷേ കുമ്മനത്തിൻ്റെ ഈ പരാജയത്തിന് കാരണമായി എന്ന് തന്നെയാണ് RSSും ഒപ്പം തന്നെ അതിനോടൊപ്പം ചേർന്ന് BJPയും വിലയിരുത്തിയിരുന്നത്. കാരണം അത്തരത്തിലൊരു പ്രസ്താവന അങ്ങനെ പറയാൻ പാടില്ലാത്ത സമയത്താണ് രാജഗോപാൽ അത് പറഞ്ഞത്. നേമത്തെ BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനെ തൻ്റെ പിൻഗാമി എന്ന് പറയില്ല എന്നാണ് രാജഗോപാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിരുന്നു. കുമ്മനം എന്ന് പറയപ്പെടുന്നത് നല്ല ജനപിന്തുണയുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന് ജനങ്ങളോട് അടുപ്പമുണ്ട്. വളരെ നേരിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് പാർട്ടിക്ക് പുറത്തുള്ള വോട്ട് സമാഹരിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ
ധാരണയില്ല, അതിനകത്തൊരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. കാരണം അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ചില മേഖലയിലെ ജനങ്ങൾക്ക് തന്നോടൊരു പ്രത്യേക സ്നേഹം അതുണ്ടായിരുന്നുവെന്നും ഒപ്പം തന്നെ തനിക്ക് കിട്ടിയിട്ടുള്ള വോട്ടുകൾ, അത്രയും വോട്ടുകൾ കുമ്മനത്തിന് ലഭിക്കുമോ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്നും അത് തനിക്ക് അറിയില്ല എന്നും ഒക്കെയാണ് രാജഗോപാൽ അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതൊക്കെ കുമ്മനത്തിൻ്റെ തോൽവിക്ക് കാരണമായി എന്ന് തന്നെയാണ് RSSൻ്റെ വിലയിരുത്തൽ. BJPയും അത്തരത്തിൽ തന്നെയാണ് വിലയിരുത്തൽ നടത്തിയിരുന്നത്. അത് സ്വാഭാവികമായിട്ടുള്ളൊരു വാർത്തയല്ലല്ലോ. അത്തരത്തിൽ പറയുമ്പോൾ തൻ്റെ പിൻഗാമിയല്ല കുമ്മനം എന്ന് പറയപ്പെടുന്നത് ഉണ്ടാകും. അതിനുശേഷം ലോക്സഭയിൽ തിരുവനന്തപുരത്തെ BJP പ്രതീക്ഷകളെ തകർക്കുന്നതാണ് ഈ രാജഗോപാലിൻ്റെ തരൂർ സ്തുതി എന്ന് പറയാതിരിക്കാൻ കഴിയുമോ? അതുകൊണ്ടാണ് അത് രാജഗോപാലിനെ കൊണ്ട് തന്നെ തിരുത്തിച്ചതും അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടിയിപ്പിച്ചതും അതിലൂടെ അദ്ദേഹം തിരുവനന്തപുരത്ത് BJP ജയിക്കുമെന്ന് പറഞ്ഞതും. മുഖ്യമന്ത്രി ഈ പിണറായി വിജയൻ്റെ കേരളീയം അടക്കമുള്ള പരിപാടികൾ പലപ്പോഴും നമ്മളിവിടെ കണ്ടിട്ട് അതിനെക്കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇതൊക്കെ BJP പലപ്പോഴും ബഹിഷ്കരിച്ചിരുന്നു. എന്നാൽ കേരളത്തിൻ്റെ സമാപനത്തിന് രാജഗോപാൽ എത്തി എന്നുള്ളതാണ് വസ്തുത. ഇതെല്ലാം പിണറായി വിജയന് രാജഗോപാൽ നൽകുന്ന അംഗീകാരമായി CPM തന്നെ പലപ്പോഴും ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. കാരണം CPMന് അതൊരു അംഗീകാരമാണ് എന്നുള്ള രീതിയിൽ പറയേണ്ടി വന്നു എന്നുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ മുതിർന്ന BJP നേതാവിന് വസ്തുത അറിയാമെന്നായിരുന്നു CPMൻ്റെ പ്രചരണം തന്നെ. കേരളീയം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് BJP നേതാവിന് അറിയാമെന്ന്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ശശി തരൂരിന് അനുകൂലമായിട്ടുള്ള രാജഗോപാലിൻ്റെ പ്രസ്താവന കൂടി വന്നിരിക്കുന്നത്. കേരളത്തിന് CPMന് ബന്ധം ശശി തരൂരിനോടൊപ്പം നിന്നുള്ള പ്രസ്താവനയും BJPയെ കുഴപ്പത്തിലാക്കി. പക്ഷേ തരൂർ മത്സരിക്കുന്ന ഒരു വിഷയമല്ല എന്നാണ് K. സുരേന്ദ്രൻ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രതികരിച്ചിരുന്നത്, BJPയുടെ നേതാവ്. പക്ഷേ ഇതിനെയെല്ലാം തകർക്കുന്ന വിധത്തിലുള്ളതായിരുന്നു രാജഗോപാലിൻ്റെ പ്രസ്താവന എന്നുള്ളതാണ് പലപ്പോഴും വാർത്തകളിലെത്തിയത്. ആ വാർത്തകളിലെത്തിയപ്പോൾ അത് വലിയ വിവാദങ്ങളായി മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. കേരളത്തിലെ BJP നേതൃത്വം ഞെട്ടുകയും ചെയ്തു. ഉടൻ തന്നെ ഇത് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയെയും ഒപ്പം തന്നെ അമിത്ഷായെയും ഒക്കെ അത് ധരിപ്പിക്കുവാൻ K. സുരേന്ദ്രൻ തന്നെ മുന്നിട്ടിറങ്ങുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ എന്ന് പറയപ്പെടുന്ന പാർട്ടിയുടെ പ്രതീക്ഷകളെ തകിടം മറിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല, തകർത്തെറിയുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇതായിരുന്നു സുരേന്ദ്രൻ്റെ നിലപാട്. പക്ഷേ ഇത് അമിത്ഷായും വളരെ കൃത്യമായി അംഗീകരിക്കുകയായിരുന്നു. ആരും പാർട്ടിയെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തരുത്, അത്തരത്തിൽ നടത്തുന്നത് പാർട്ടിക്ക് ഗുണകരമാവില്ല, അതുകൊണ്ട് എല്ലാ നേതാക്കളും ഒരുമിച്ച് പോകണമെന്നുള്ള ഒരു സന്ദേശം അമിത്ഷാ വളരെ കൃത്യമായി കേരള ഘടകത്തിലെ നേതാക്കൾക്ക് അല്ലെങ്കിൽ നേതാക്കളെ വളരെ കൃത്യമായി നേരത്തെ തന്നെ ബോധിപ്പിച്ചിരുന്നു, അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. ഒപ്പം തന്നെ ഈ ശോഭാ സുരേന്ദ്രനും PK കൃഷ്ണദാസും എല്ലാം അതിനുശേഷം എല്ലാവരും അത്തരത്തിലുള്ള എല്ലാ BJP പരിപാടികളിലും നിറസാന്നിധ്യമായി മാറുകയായിരുന്നു. എല്ലാവരും ഒന്നിച്ചു നിന്ന് മുമ്പോട്ട് പോവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി BJPയിൽ വിഭാഗീയത തലപൊക്കുന്നില്ലെന്ന് ഉറപ്പിക്കാൻ BJPയുടെ ഈ പുതിയ സംഘടനാ ശൈലിയുണ്ടല്ലോ, അല്ലെങ്കിൽ സംഘടനാ രീതി, അതിനെ സംഘടനാ ജനറൽ സെക്രട്ടറി സുഭാഷും ഇടപെടൽ നടത്തി എന്നുള്ളതാണ് ഏറ്റവും വസ്തുത. കാരണം അങ്ങനെ ഒന്നിച്ചു പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനിടെയാണ് രാജഗോപാലിൻ്റെ പരസ്യമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായിരുന്നത്. അത്തരത്തിലൊരു പരസ്യ പ്രതികരണം BJPക്ക് വലിയ തലവേദനയായി മാറി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് BJPയെ കുഴക്കുക തന്നെ ചെയ്യും. അതിനിടെ തരൂരിനെ പുകഴ്ത്തിയുള്ള രാജഗോപാലിൻ്റെ പോസ്റ്റ് അല്ലെങ്കിൽ ആ പ്രസ്താവന എന്ന് പറയപ്പെടുന്നത് ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമെന്ന് തന്നെയാണ് LDFും മുന്നോട്ട് വെക്കുന്നത്. കാരണം LDFിൻ്റെ കൺവീനർ EP ജയരാജനെതിരെ പ്രതികരിച്ചത് ആ തരത്തിലായിരുന്നു. കാരണം തരൂരിനെതിരെ BJP മത്സരിക്കില്ലേ എന്നും അദ്ദേഹം വളരെ കൃത്യമായി ചോദിക്കുകയാണ്. കാരണം BJP ഇല്ലാത്തൊരു മത്സരമായിരിക്കുമോ തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത്? BJP കോൺഗ്രസ് ഐക്യത്തിൻ്റെ ആരംഭമാണ് ഈ ശശി തരൂരിനെ ജയിപ്പിക്കണമെന്ന BJPയുടെ നേതാവ് പറയുന്ന ഈ സന്ദേശമെന്ന് കൂടി EP ജയരാജൻ വിലയിരുത്തിക്കൊണ്ടായി. കാരണം എങ്ങനെയും കോൺഗ്രസും BJPയും തമ്മിലുള്ള ബന്ധത്തെ സ്ഥാപിക്കുക. മോദിയുടെ തൃശ്ശൂർ പ്രസംഗം ആവേശം നൽകിയത് കോൺഗ്രസിനാണ് എന്നാണ് EP പറഞ്ഞു വെക്കുന്നത്. അത് ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് ആണ് എന്ന് തന്നെയാണ് EPയുടെ പ്രസ്താവന. അത് CPMൻ്റെ ഒരു രാഷ്ട്രീയ ലൈനാണ്. തൃശ്ശൂരിൽ കോൺഗ്രസ് പിന്തുണ അത് വളരെ കൃത്യമായി BJP പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിലിപ്പോൾ തൃശ്ശൂരിൽ BJPക്ക് ജയസാധ്യത ഇല്ല എന്നും ഇവിടെ EP ജയരാജൻ വളരെ കൃത്യമായി പറയുകയാണ്. കാരണം അവിടെ CPI തന്നെ പിടിച്ചടക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇടതുപക്ഷത്തിൻ്റെ സീറ്റാണ്. ഇത്തരം അനാവശ്യ ചർച്ചകൾക്ക് ഇപ്പോൾ കാരണമായി മാറിയിരിക്കുന്നത് ഈ രാജഗോപാലിൻ്റെ പ്രസ്താവന പ്രസംഗമാണ്.
ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് അമിത്ഷാ പ്രശ്നത്തിൽ ഇടപെട്ടതും ശശി തരൂരിനെ കുറിച്ച് താൻ നടത്തിയ പ്രസ്താവനയെ അല്ലെങ്കിൽ ആ പരാമർശത്തെ കൃത്യമായി മാധ്യമങ്ങൾ വളച്ചൊടിച്ച് എന്ന് ഒ രാജഗോപാലിനെ കൊണ്ട് തന്നെ അതിനുശേഷം തിരുത്തിച്ചതും അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതികരണം നടത്തിച്ചതും. അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്, ഒരു പാലക്കാട്ടുകാരൻ എന്ന നിലയിൽ അദ്ദേഹം ആലങ്കാരികമായി പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു വെക്കാൻ നടത്തിയ ഒരു ശ്രമവും കൂടി അതിനകത്തുണ്ട്. അത്തരത്തിൽ ആലങ്കാരികമായി നടത്തിയ ഒരു അഭിപ്രായ പ്രകടനം മാത്രമാണ് എന്നും താൻ ഉദ്ദേശിച്ച രീതിയിലല്ല മാധ്യമങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചത് എന്നുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം പങ്കുവച്ചത്. ആ കുറിപ്പ് അദ്ദേഹം തിരുത്തി എഴുതിയ കുറിപ്പാണ്. ഈ കുറിപ്പ് തിരുത്തിച്ചിരിക്കുന്നത് അമിത്ഷായാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഒന്നിൽ കൂടുതൽ തവണ വിജയിച്ചയാൾ എന്ന അർത്ഥത്തിൽ മാത്രമാണ് താൻ ഇദ്ദേഹത്തിനോട് ആ പ്രസംഗത്തിൽ സംസാരിച്ചത്. പക്ഷെ മാറിയ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ടല്ലോ, ആ സാഹചര്യത്തിലും ഒപ്പം തന്നെ നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന സർക്കാരിൻ്റെ, ആ പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള സർക്കാരിൻ്റെ പ്രവർത്തന മികവുമൊക്കെ കൂടാതെ പാർട്ടി പ്രവർത്തകരുടെ കഠിനാധ്വാനം കൂടിയാകുമ്പോൾ തിരുവനന്തപുരത്ത് BJPക്ക് ജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് തൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അഭിപ്രായമെന്നും മാത്രമല്ല വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അത് തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്. പക്ഷേ നിലവിൽ ശ്രീ ശശി തരൂരിൻ്റെ മണ്ഡലത്തിലെ സാന്നിധ്യമടക്കമുള്ള കാര്യങ്ങളിൽ നാമമാത്രമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിനടക്കം അദ്ദേഹത്തിന് പ്രതികൂലമാകുന്നൊരു അവസ്ഥ ഉണ്ടാകുമെന്നൊക്കെ അദ്ദേഹം ഈ തിരുത്തലിൽ പറയുന്നുണ്ട്. എങ്കിലും ആദ്യം അദ്ദേഹം പറഞ്ഞ ശശി തരൂര് തന്നെ വീണ്ടും ജയിക്കുമെന്ന് പറഞ്ഞ ആ ഒരു വാക്കും ആ ഒരു പ്രസംഗവും വെട്ടിലാക്കിയത് BJPയാണ്. കാരണം BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായിട്ടുള്ള തിരുവനന്തപുരത്ത് രാജഗോപാലിനെ പോലെ ഇത്രയും പരിണിതപ്രജ്ഞനായ ഒരു BJPയുടെ നേതാവ് തന്നെ, ഇത്രയും മുതിർന്ന ഇത്രയും സീനിയറായ ഒരു നേതാവ് തന്നെ രാജഗോപാൽ പറയുകയാണ് തരൂരിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊരു പ്രസ്താവന പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രസ്താവന ഏത് തരത്തിലായിരിക്കും BJPക്ക് ഉൾക്കൊള്ളാൻ കഴിയുക? BJP എന്ന് പറയപ്പെടുന്നതിൻ്റെ സ്വപ്നങ്ങളെയാണ് ഒ രാജഗോപാൽ തകർത്തിരിക്കുന്നത്. മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദേശീയ നേതാക്കൾ അടക്കം ചിലപ്പോൾ മത്സരിച്ചേക്കാവുന്ന ഒരു മണ്ഡലം കൂടിയാണ് A ക്ലാസ് മണ്ഡലമായിട്ടുള്ള തിരുവനന്തപുരം എന്ന് പറയപ്പെടുന്നത്. ആ മണ്ഡലത്തിലേക്ക് മോദി വന്നാലും അത്ഭുതപ്പെടാനില്ല. A ക്ലാസ് മണ്ഡലമായ തിരുവനന്തപുരത്ത് മോദി വന്നാലും ചിലപ്പോൾ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. പകരം ഇല്ലെങ്കിൽ ജയശങ്കറോ നിർമ്മല സീതാരാമനോ ഒക്കെ മത്സരിച്ചേക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. ആ തിരുവനന്തപുരത്തിനെ കുറിച്ചാണ് ഒ രാജഗോപാൽ കോൺഗ്രസിൻ്റെ മണ്ഡലം തന്നെയാണ് ഇത് എന്നും ഇവിടെ ശശി തരൂർ മാത്രമായിരിക്കും വിജയിക്കുക, അദ്ദേഹത്തിന് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന പ്രസ്താവന നടത്തിയത് സത്യത്തിൽ ഒ രാജഗോപാലിന് മാത്രമല്ല, അത് BJP എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനെ തന്നെ വെട്ടിലാക്കിയിരിക്കുകയാണ്.